ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും യുവർ സൈക്കോമെറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ എടുക്കുന്ന സെം എന്ന് പറയുന്നത് 3ാമത്തെ സെമസ്റ്ററാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BSc സൈക്കോളജിയിലെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3ാമത്തെ സെമസ്റ്ററിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം സയൻസ് എടുത്തവരാണെന്നുണ്ടെങ്കിലൊക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് തിയറീസാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ഈ ഒരു ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ റാൻഡം വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് ഈസ് സബ്ജക്റ്റ് ടു റാൻഡം വേരിയേഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെൻറ്റ് വാല്യൂസ് ഈച്ച് വിത്ത് ആൻ അസോസിയേറ്റഡ് പ്രോബബിലിറ്റി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫിക് വാല്യൂ ബട്ട് റാദർ എ കളക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ വാല്യൂ. അപ്പം ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് റാൻഡം വേരിയബിൾ എന്താണെന്നുള്ളത്. അപ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറാണ്. എന്താണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു നമ്പറാണ്. അത് ഈ റാൻഡം വേരിയബിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ചേഞ്ച് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ചാൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ചാൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാൻസ് മാറുന്നതിനനുസരിച്ച് എന്തായിരിക്കും ഈ റാൻഡം വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത്. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും റാൻഡം വേരിയബിൾ. ഇനി ഇതിനെന്തില്ല? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. ഒരൊറ്റ വാല്യൂ, വൺ സ്പെസിഫിക് വാല്യൂ ഇതിനില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ അരിതമെറ്റിക് മീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആവറേജ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാകും. ഇതാണ് അല്ലെങ്കിൽ എന്താണ് ഈ മീൻ എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4, നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. പക്ഷേ റാൻഡം വേരിയബിളിന് എന്തില്ല? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അത് ഈ ഒരു റാൻഡം വേരിയബിൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിൾ വാല്യൂസ് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് വാല്യൂ ഇല്ല, ഒറ്റൊരു സ്പെസിഫിക് വാല്യൂ ഇല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിൾ വാല്യൂസ് ആയിരിക്കും റാൻഡം വേരിയബിൾ ഉണ്ടാവുക. ഓരോ റാൻഡം വേരിയബിൾ എന്താണ്? ഒരു പ്രോബബിലിറ്റിയുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ടൈപ്പ് എന്നതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും? ഇപ്പം നമ്മളോട് പറയുകയാണ് ഒരു ലൊക്കേഷൻ തന്നു അല്ലെങ്കിൽ ഒരു ഗിവൺ പ്ലേസ് തന്നു. ഈ ഒരു പ്ലേസിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാം ബ്ലഡ് ഗ്രൂപ്പുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മളടുത്ത് പറയണം. അപ്പോൾ ആ ഒരു പ്ലേസിൽ ഒരു 30 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബ്ലഡ് ടൈപ്പുകൾ എഴുതി. ഇപ്പോൾ എ ബി ഉണ്ടാവും, ഒ ഉണ്ടായിരിക്കും. ഇതിൻ്റെ പോസിറ്റീവ്സും ഉണ്ടാവും, നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, ഒ പോസിറ്റീവ്, അങ്ങനെ ഗ്രൂപ്പുകൾ നമ്മൾ തരംതിരിച്ചു. എന്നിട്ട് ഓരോ ഇൻഡിവിജ്വലിനും വിളിച്ചിട്ട് ഇതിലേതിലാണ് നിങ്ങളുടെ ഗ്രൂപ്പ് വരുന്നത്? എ പോസിറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് 1, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് 30 ഇൻഡിവിജ്വൽസിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എത്രയാണ് എ പോസിറ്റീവ് ഉള്ള ആളുകൾ? അപ്പോൾ നമ്മൾ എ പോസിറ്റീവ് ഒരു 10 പേർക്ക് കിട്ടി. അപ്പോൾ 10/30, അതായത് 30ൽ 10 പേർക്കും എന്താണ്? എ പോസിറ്റീവാണ്. ഇനി ബി പോസിറ്റീവ് ഒരു 5 ആണ് വിചാരിക്കുക. 5/30, അതായത് 30ൽ ഒരു 5 പേർക്കും എന്താണ്? ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന സംഭവം 5/10, അതായത് 10ൽ 30ൽ 5 പേർക്കും ബി പോസിറ്റീവാണ്. അപ്പോൾ എന്താണ്? ഓരോ വാല്യൂസ് എന്താണ് അവിടെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ വരുന്നത് ബ്ലഡ് ടൈപ്പും പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി ഈ പറയുന്ന ബ്ലഡ് ടൈപ്പുകളല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് 5, ഇപ്പോൾ ഒരു 15 എടുക്കാമെന്ന് വിചാരിക്കുക. അതിൽ എ പോസിറ്റീവും ബി പോസിറ്റീവ് 15 ആൾക്കാരിൽ എ പോസിറ്റീവ് എത്ര പേർക്കുണ്ട്, ബി പോസിറ്റീവ് എത്ര പേർക്കുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? എ പോസിറ്റീവ് 15 പേരിൽ 10 പേർക്ക് എ പോസിറ്റീവാണ്. ബി പോസിറ്റീവ് 15 പേരിൽ 5 പേർക്ക് ബി പോസിറ്റീവാണ്. അപ്പോൾ എന്താണ്? 10/15ഉം 5/15ഉം അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 10 + 5 = 15 / 15. അപ്പോൾ എന്താണ്? 15/15 എന്ന് പറഞ്ഞാൽ 1ആണ്. അപ്പോൾ മൊത്തം ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ആണ് കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പം അവിടെ ഹെഡും ടെയിലും വരാനുള്ള ചാൻസാണ്. ഇവിടെ ഹെഡ് വരാനുള്ള ചാൻസ് 1/2 ആണ് അല്ലേ, 0.5 ആണ്. ടെയിൽ വരാനുള്ള ചാൻസും 0.5 ആണ്. അപ്പോൾ ആ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു ഡൈ റോൾ ചെയ്യുമ്പം. ഡൈ എന്ന് പറയുമ്പോൾ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ ഒരു 6 കുത്തുകളൊക്കെ ഉള്ള, അങ്ങനെ 6 വശങ്ങളുള്ള ഒരു ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡൈ എറിയാണ്. അപ്പോൾ അവിടെ 1 2 3 4 5 6 അങ്ങനെ 6
കുത്തുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഒരൊറ്റ വാല്യൂ അല്ലെങ്കിൽ ഒന്നാണ് ഈ എറിയുമ്പോൾ വരുന്നത് നമുക്ക് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ഈ 6 ഏതെങ്കിലും ഒന്നാവാനുള്ള ചാൻസേ ഉള്ളൂ. അതെന്താണ്, അവിടെ ഈ 6 നമ്പേഴ്സിൽ എല്ലാ നമ്പറുകളാവാനുള്ള ചാൻസുകളും ഈക്വലാണ്. 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, 3 ആവാം. അപ്പോൾ എന്താണ്, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഇവിടെ റാൻഡം വാല്യൂ എന്താണ്, ഈ ഡൈ റോൾ ചെയ്യുന്നതിൻ്റെ നമ്പേഴ്സാണ്. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി ഇതിൽ റാൻഡം വേരിയബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, ഒരു റാൻഡം ഫിനോമിനനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ റാൻഡം ഫിനോമിനൻ്റെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന ഔട്ട്കമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി റാൻഡം വേരിയബിൾ ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ. റാൻഡം വേരിയബിൾ ഈ ഒരു ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ റാൻഡം വേരിയബിൾ ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾ വേണമെങ്കിൽ പറയാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ അവിടെ നമ്പർ ഓഫ് ഹെഡ്സ് വരാനുള്ള ചാൻസ് എത്രയാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, നമ്പർ ഓഫ് ഹെഡ്സ്, ഒന്നും ഹെഡ്സ് വരാതിരിക്കാനുള്ള ചാൻസ്, അതായത് 0 ആവാം, 0 ഹെഡ്സ് വരാനുള്ള ചാൻസ് ആവാം, അല്ലെങ്കിൽ 1 ഹെഡ് വരാനുള്ള ചാൻസ് ആവാം, അല്ലെങ്കിൽ 2 ഹെഡ് വരാനുള്ള ചാൻസ് ആവാം, അങ്ങനെ 3 ഹെഡ് വരാനുള്ള ചാൻസ് ആവാം. അപ്പോൾ അതെന്താണ്, ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിളാണ്, നമുക്ക് കൗണ്ട് ചെയ്യണം അല്ലേ. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു റേഞ്ചിലായിരിക്കും അത് എഴുതുക എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഒരു ബസ് 9 മണിക്കും 9:15 ഇടയിലാണ് ആ ഒരു ബസ് വരുന്നത്. 9 മണിക്കും 9:15 ഇടയ്ക്ക് നമ്മുടെ ബസ് വരും. നമുക്ക് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഈ 9:05 അല്ലെങ്കിൽ 9:10 ആ ബസ് കറക്റ്റ് വരിക എന്നുള്ളത്. എന്താവാം, അത് ഈ ഒരു പറയുന്ന 9 മണിക്കും 9:15, അപ്പോൾ എത്ര മിനിറ്റ്സ് ഉണ്ട്, 15 മിനിറ്റ്സിൽ ഏത് മിനിറ്റിൽ വേണമെങ്കിലും ആ വണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 9:01 അല്ലെങ്കിൽ 9:05 ആ ബസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഏതിലാണ് നമ്മൾ പറയുന്നത്, ഇവിടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ് ബസ് വരുന്നത് അതാണ് അവിടെ റാൻഡം വേരിയബിൾ ആയിട്ട് വരുന്നത്, എക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റേഞ്ച് എടുക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു 0 നും 15 മിനിറ്റ്സും, അതായത് 9 മണിക്കും 9:15 ഇടയ്ക്കുള്ള ആ 0 to 15 മിനിറ്റ്സിനെയാണ് നമ്മളിവിടെ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു റാൻഡം വേരിയബിൾ. ഇനി അടുത്ത ഒരു ഇതിലേക്ക് കിടക്കാം. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ്. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ? അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഗൈഡ് യു യൂസ്ഡ് ടു ഈറ്റ് എ റാൻഡം വേരിയബിൾ ഇൻ ഓർഡർ ടു ജനറലൈസ് ഇറ്റ്സ് ബിഹേവിയർ. അതൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. ആൻഡ് ഹെൽപ്പ് യു ടു പ്രഡിക്റ്റ് ഔട്ട്കം ഇൻ എ സ്പെസിഫിക് സിറ്റുവേഷൻ. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടൂളാണ്. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ്, ഒരു റാൻഡം ഇവൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ റാൻഡം ഇവൻറ്റിലെ ഡിഫറെൻറ്റ് ഔട്ട്കംസ് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, മാത്തമാറ്റിക്കൽ ടൂളാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ഉണ്ടാവാൻ പോകുന്ന ഔട്ട്കം എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇതിനൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈ നമ്മൾ റോൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വരാനുള്ള ഔട്ട്കംസിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്രണ്ണാണ്, 6 പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അവിടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ പറയാം, 1/6 ചാൻസ് ഓഫ് ഹാപ്പനിങ്, അതായത് 6 എണ്ണത്തിൽ ഒരെണ്ണം വരാനുള്ള, അതായത് അവിടെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 1/6 ചാൻസ് ഓഫ് ഹാപ്പനിങ്, അതായത് 6 എണ്ണത്തിൽ ഏതൊരെണ്ണം വേണമെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെ പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിന്, ആ ഒരു റാൻഡം വേരിയബിളിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് ജനറലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഔട്ട്കം എന്ന ഒരു ഡൈ റോളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, ഈ ഒരു റാൻഡം വേരിയബിൾ എന്താവും, 6 ഒരെണ്ണം, ഏത് റാൻഡം വേരിയബിൾ 6 ഏത് റാൻഡം വേരിയബിൾ വേണമെങ്കിലും 1 ആവാം 2 ആവാം 3 ആവാം 4 ആവാം ഏത് ആവാം. അപ്പോൾ ആ ഒരു ബിഹേവിയറിനെ നമുക്ക് മനസ്സിലാക്കാനും ജനറലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. അത് എങ്ങനെയാണ് ആ റാൻഡം ഇവൻറ്റിൻ്റെ ഔട്ട്കംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് എങ്ങനെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്.
അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളതാണ്. അവിടെ സി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ ന്യൂമറിക്കൽ മെഷർ ദാറ്റ് ഡിസ്ക്രൈബ് സം ആസ്പെക്ട്സ് ഓഫ് ഡാറ്റ വി യൂസ് ദം എവറി ഡേ. നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു മെഷറിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായോ? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എവരിഡേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റേനെ കുറിച്ചിട്ട് പറയുന്ന ഒരു നമ്പറാണ് ഈ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് പോലെയൊക്കെ. അപ്പം എക്സാമ്പിൾ, നമ്മളെ മൊത്തത്തിൽ എല്ലാ ടെസ്റ്റ് സ്കോറിൻ്റെയും ആവറേജ് എത്രയാണ്, അതെന്താണ്? മീൻ അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു നമ്പറിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഒരു 4 ടെസ്റ്റിൽ എനിക്ക് ഒരു 50 ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 50 അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ കുട്ടിക്ക് എല്ലാ എക്സാമിലും നമുക്കൊരു 50 സ്കോറാണ് ആ കുട്ടിക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ടോട്ടലി നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഏതാണ്? ആ 50 എന്ന് പറയുന്ന നമ്പറാണ്. ഇനി നമുക്ക് വേറൊരു സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ദ മോസ്റ്റ് കോമൺ നെയിം ഗിവൺ ടു ന്യൂ ബോൺ ബോയ്സ് ഇൻ യുവർ ഏരിയ. നമ്മുടെ പ്ലേസിലുള്ള പുതിയതായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന പേര്. ഇപ്പോൾ വിഷ്ണു എന്നൊരു 5 ആൾക്കാരുണ്ട്, ഒരു 2 ശ്രീജിത്ത് ഉണ്ട്, ഒരു വിഷ്ണു ഉണ്ട്. അപ്പം ഇതിൽ ജിഷ്ണു 5 അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? കൂടുതൽ നമ്മുടെ ഏരിയയിൽ യൂസ് ചെയ്യുന്ന പേരെന്ന് പറയുന്നത് ജിഷ്ണു ആണ്. അപ്പം അതുകൊണ്ട് അവിടെ മോഡ്, അത് മോഡാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഒക്കുവർ ചെയ്യുന്നതാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് 2 തരം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ ഡാറ്റയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. ഇപ്പോൾ മീനും മോഡും അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരും. ഇനി ഈ ഒരു ഡാറ്റ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലാർജ് ഗ്രൂപ്പോ ആ ഒരു ഡാറ്റയിൽ നിന്നും നമ്മളൊരു ലാർജ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഒരു പ്രഡിക്ഷൻ ഉണ്ടാക്കുകയാണ്. അതായത് എന്താ പറയുക, ഫീമെയിലിനെയും അല്ലെങ്കിൽ മെയിലിനെയും കൂടെ കമ്പയർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിൽ ഒരു സ്റ്റഡി നടത്തിയെന്ന് വിചാരിക്കുക. അപ്പം മോസ്റ്റ് ഇതിലും സ്ട്രെസ് ലെവലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവരുടെ സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പോൾ അതായത് കുറേ സർജറിയൊക്കെ നടക്കുന്ന ആൾക്കാർ മറ്റേതില്ല, ഞാനൊരു ജസ്റ്റ് പറയാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ സർജറി നടത്തുന്ന കുറച്ച് ഡോക്ടേഴ്സുണ്ട്, അല്ലാതെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം സർജറി നടത്തുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ലെവൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിസർച്ച് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ പ്രഡിക്ഷൻ നടത്തി സർജറി നടത്തുന്ന ഡോക്ടേഴ്സിന് ഇത്തിരി സ്ട്രെസ് കൂടുതലാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെയാണ് എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ലാർജ് പോപ്പുലേഷനിൽ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഡാറ്റയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ, മോഡ്, അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും. നമ്മൾ ആ ഒരു ഡാറ്റയിൽ നിന്നും ഒരു ലാർജ് പോപ്പുലേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊരു മേക്ക് പ്രഡിക്ഷൻ, ഇതിങ്ങനെ ആവാം എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുമാണ് പറയുന്നത്. ഇനി എ സ്റ്റാറ്റിസ്റ്റിക് ഈസ് ആൾവേസ് ഒബ്റ്റൈൻഡ് ഫ്രം എ സാമ്പിൾ ഇഫ് യു കുഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ദ പോപ്പുലേഷൻ പാരാമീറ്റർ. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒരു സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് എവിടെ നിന്നാണ്? ഒരു സാമ്പിളിൽ നിന്നാണ്. അതായത് സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു മൊത്തം പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു സ്മാൾ പാർട്ടിനെയാണ് ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമുക്ക് പോലീസ് എന്ന് പറയുന്നത് ഒരുപാട് രാജ്യത്ത് എല്ലായിടത്തും എന്തുണ്ട്? പോലീസുണ്ട്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനാണ്. അപ്പം നമ്മൾ ഈ എല്ലാ ഇന്ത്യയിൽ മൊത്തമുള്ള പോലീസുകാർ പോപ്പുലേഷൻ എന്നും നമ്മൾ എടുക്കുന്ന ആ ഒരു ഇതിനെ കുറച്ച് ആൾക്കാർ നമ്മൾ സാമ്പിൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ മൊത്തം പോപ്പുലേഷനെയും നമുക്ക് മെഷർ ചെയ്യണം. നമ്മളിപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുമ്പം കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ സാമ്പിളാണ് നമ്മൾ എടുക്കുക, മനസ്സിലായോ? പക്ഷേ നമുക്ക് ആ മൊത്തം പോപ്പുലേഷനെയും നമ്മളതിനെ മെഷർ ചെയ്യണം. മൊത്തം ഇന്ത്യയിലുള്ള എല്ലാ പോലീസുകാരെയും കുറിച്ച് നമ്മൾ എന്തെങ്കിലും റിസർച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന ആ ഒരു മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പാരാമീറ്റർ എന്നുള്ളതാണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് എസ്റ്റിമേഷൻ, 2 ടൈപ്സ് ഓഫ് എസ്റ്റിമേഷനാണ്. അതായത് പോയിൻ്റ് എസ്റ്റിമേഷനുണ്ട്, ഇൻ്റർവൽ എസ്റ്റിമേഷനുണ്ട്. അപ്പോൾ പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് എ സിംഗിൾ ഔട്ട്കം ഓഫ് റാൻഡം വേരിയബിൾ. ഒരു റാൻഡം വേരിയബിളിൻ്റെ സിംഗിൾ ആയിട്ടുള്ള വാല്യൂവിനെ
റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ വാല്യൂവിനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് എത്തിയാന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം കുട്ടികളുടെയും ഹൈറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു 160 ആ ഒരു മൊത്തം കുട്ടികളുടെയും ഒരു ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, ഈ 160. അപ്പോൾ അവിടെ നമ്മൾ എന്താണ്, ഒരു സിംഗിൾ വാല്യൂ ആണ് നമ്മളവിടെ മൊത്തം ആൾക്കാരെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിന് പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ എസ്റ്റിമേറ്റിംഗ് ആൻഡ് ഇൻ്റർവൽ ഓർ റേഞ്ച് ഓഫ് പോസിബിൾ ഔട്ട്കംസ്. റാൻഡം വേരിയബിൾസിനെ പോസിബിൾ ആയിട്ടുള്ള റേഞ്ച് അല്ലെങ്കിൽ ഇൻ്റർവെല്ലിന് ഇൻ്റർവെല്ലായിട്ട് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആവറേജ് ഹൈറ്റ് കിടക്കുന്നത്, നമ്മുടെ ക്ലാസ്സിലുള്ള ആവറേജ് ഹൈറ്റ് കിടക്കുന്നത് 160 സെൻറ്റിമീറ്റേഴ്സിനും 170 സെൻറ്റിമീറ്റേഴ്സിനും ഇടയിലുള്ള ഒരു ഹൈറ്റാണ് ആവറേജ് ഹൈറ്റായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ അവിടെ എന്താണ്, റേഞ്ചാണ് 160 ടു 170 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ എന്താണ്, മോർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇനി മോർ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒന്നാണ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ടെസ്റ്റിംഗ് വാലിഡിറ്റി ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കറക്റ്റാണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ കൺഫേം ചെയ്യണോ എന്ന് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്, ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിക്കൽ ടെസ്റ്റിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് സ്റ്റുഡൻസ് ആർ ടാളർ ദാൻ 165 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇവിടെയുള്ള കുട്ടികളിൽ കൂടുതൽ ആൾക്കാരും 160 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും ഉയരമുള്ള കുട്ടികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വെച്ചു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അത് കറക്റ്റാണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ, അതായത് നമ്മൾ കൺഫേം ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നോക്കും. അപ്പം ചിലപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ റിജക്റ്റ് ചെയ്യും. അതായത് 165 സെൻറ്റിമീറ്റർ ഉള്ള കുട്ടികളല്ല ഈ ഒരു ക്ലാസ്സിലുള്ളതെന്നുള്ള രീതിയിലേക്ക് വരും. കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് 165 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ ഉയരമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എത്തും. അപ്പം അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നത് 1654 1705 ജേക്കബ് ബെർണോളി ആയിട്ടുള്ള സ്വിസ് മാത്തമാറ്റീഷ്യനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ആൻഡ് ആൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് സക്സസ് ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വേർ ദ ഔട്ട്കംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എയ്തർ സക്സസ് ഓർ ഫെയിലിയർ വിത്ത് കോൺസ്റ്റൻറ്റ് പ്രോബബിലിറ്റി സച്ച് ട്രയൽസ് കോൾഡ് ബെർണോലി ട്രയൽസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബെർണോലി ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ബെർണോലി ട്രയൽ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു, റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പം എക്സാമ്പിളായിട്ടാണ് വേണമെങ്കിൽ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്താൽ അപ്പോൾ ഹെഡും ടെയിലും വരാനുള്ള ചാൻസ് അത്ര, ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തു. അവിടെ 2 പോസിബിൾ ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. എത്ര ഏത് തരത്തിലുള്ള റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തിയാലും അവിടെ വരുന്നത് 2 പോസിബിൾ ഔട്ട്കംസ് ആയിരിക്കും. ആ 2 പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? സക്സസും ഫെയിലിയറും. ഓക്കെ, ഒരു ബെർണോലി ട്രയലിൽ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി. ഈ റാൻഡം എക്സ്പെരിമെൻറ്റ്സിൽ ആകെ 2 പോസിബിൾ ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. ഈ 2 പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? ഒന്ന് സക്സസും 2 ഫെയിലിയറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് സക്സസ്സിനെ നമ്മൾ വിളിക്കും പി എന്ന്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്സിനെ നമ്മൾ പി എന്ന് പറയും. ഈ പി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രയലിലും സെയിം ആയിരിക്കും. ആൻഡ് ദി ട്രയൽസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. അതായത് ഈ ട്രയലുകൾ എന്തായിരിക്കും?
ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് എന്താണ്, നമുക്കൊരു ട്രയലിൽ കിട്ടുന്ന ഔട്ട്കം മറ്റൊരു ട്രയലിൽ കിട്ടുന്ന ഔട്ട്കമ്മിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ് രണ്ട് ട്രയൽസ്. അപ്പോൾ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പം അവിടെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവുള്ളൂ, ഒന്ന് സക്സസും ഫെയിലിയർ. ഈ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വരാനുള്ള ചാൻസ്, അതായത് ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ സക്സസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ പി എന്നാ പറയുക. അത് എല്ലാ ട്രയലിലും എന്താണ്, സെയിം ആയിരിക്കും. ഈ ട്രയലുകൾ തമ്മിൽ പരസ്പരം എങ്ങനെയായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എത്രത്തോളം സക്സസ് നമുക്ക് ഒക്കുവർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൽ എത്ര സക്സസ് ഒക്കുവർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്, എത്രത്തോളം സക്സസ് അവിടെ ഒക്കുവർ ആവുന്നുണ്ട് എന്നറിയാം. ഈ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, അതിനെ നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു സക്സസ് എത്രത്തോളം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഫോളോ ചെയ്യുന്നത് എന്താണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയാണ്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇത്രയും ട്രയൽസ് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ ടൈംസിലും നമ്പർ ഓഫ് സക്സസ് എത്ര ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബെർണോലി ട്രെയിലിൽ വെച്ചിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യണം. അപ്പോൾ അവിടെ ഹെഡ് എന്ന് പറയുന്നതിന് നമ്മളവിടെ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്തു, ടെയിൽ എന്ന് പറയുന്നതിനെ ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ 5 ടൈംസ് ആ ഒരു കോയിനെ നമ്മൾ എറിയാണ്. ഈ 5 ടൈംസ് എന്താണ്, ട്രയൽസ് ആണ്. ഓക്കെ, ട്രയൽസ് അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയാം അല്ലേ. ഈ ഫൈനൈറ്റ് നമ്പർ ഏതാണ്, 5 ആണ്. ഓക്കെ, അവിടെ നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും, 50% ആയിരിക്കും. കാരണം നമുക്കറിയില്ല ഈ ഹെഡ് തന്നെയാണ് ഫുൾ ടൈം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഹെഡ് വരുന്ന അതേപോലെ തന്നെ ടെയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് രണ്ട് പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത്, സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് എത്ര നമ്പർ ഓഫ് ഹെഡ്സ് ഈ ഒരു 5 ടൈംസ് നമ്മൾ എറിയുമ്പോൾ എത്ര നമ്പർ ഓഫ് ഹെഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഹെഡ്സ് വരും, ആ ഒരു പ്രോബബിലിറ്റീനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താ. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സെഡ് ടു ഹാവ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ പറയുന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്തുണ്ട്, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, ഒന്ന് എന്നും ഒന്ന് പി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് നമുക്ക് താഴെ കൊടുത്തുള്ള പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ n minus x factorial into x factorial into p raised to x or q raised to n minus x. അതായത് ഈ nx എന്ന് പറയുന്നത് NCX നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ കോമ്പിനേഷൻ പോലെ, ആ സാധനമാണ് NCX, ഈ NX എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ ഫാക്ടോറിയൽ രീതിയിൽ കൊടുത്തിട്ടുള്ള എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻ എക്സ് ഫാക്ടോറിയൽ, അത് തന്നെയാണ് ഈ പറയുന്ന NX എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, എക്സ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സക്സസ് ഡിസൈഡ്, നമുക്ക് എത്ര നമ്പർ ഓഫ് സക്സസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പി എന്ന് പറയുന്നത് ഒരു ട്രയലിൽ സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിനെയാണ്. ഇനി പി എന്ന് പറഞ്ഞപ്പോൾ സക്സസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പം ഫെയിലിയറിനെ ആയിരിക്കും, ഒരു ട്രയലിൽ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമുക്ക് ക്യൂ കിട്ടണം, നമുക്ക് പി അറിയാം, ക്യൂ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് പിയിൽ നിന്ന് എന്താണ് 1 നിന്ന് പി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കിട്ടും. അതെന്താണ്, ആ ഒരു 1 ട്രയലിൽ ഉണ്ടാകുന്ന ഫെയിലിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തിയറി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.